GPAS flashlights. GPAS flashlightന്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് പ്രിസിഷൻ എഞ്ചിനീയർഡ് അലൂമിനിയം 6061 ഗ്രേഡ് അലൂമിനിയം അലോയ് ആണ്. എല്ലാ ടോർച്ച് ബ്രാൻഡ്സും ക്ലെയിം ചെയ്യുന്ന എയർക്രാഫ്റ്റ് അലൂമിനിയം ബോഡി എന്ന് പറയുന്നത് ടെക്നിക്കലി തെറ്റാണ്. ബാക്കിയുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന അലൂമിനിയം ഗ്രേഡ് 6063 ഹാർഡൻഡ് അല്ല, ഇത് ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. 6061 ഗ്രേഡ് അലൂമിനിയം കമ്പയർ ചെയ്യുമ്പോൾ അത് സ്ട്രോങ്ങർ അല്ല. GPASന്റെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്ട്രോങ്ങർ ആണ്, ഹാർഡർ ആണ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. GPAS ഫ്ലാഷ് ലൈറ്റിൻ്റെ ലെൻസ് കൺസ്ട്രക്ഷൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഗ്ലാസ് ആണ്. ഇത് അൺബ്രേക്കബിൾ പ്ലാസ്റ്റിക് ആണ്. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന ഡബിൾ ലെയേർഡ് റിഫ്ലക്ടർ ലൈറ്റ് ഇൻറ്റൻസിറ്റി തീരെ കുറയ്ക്കാതെ മാക്സിമം ദൂരത്തേക്ക് ലൈറ്റ് എത്തിക്കുന്നതാണ്. ബാക്കിയുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന സിംഗിൾ ലെയേർഡ് റിഫ്ലക്ടർ ഈ പറഞ്ഞ പ്രത്യേകത ഇല്ലാത്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LED മാനുഫാക്ചറേഴ്സായ ക്രീ USA ആണ് GPAS ഫ്ലാഷ് ലൈറ്റിന് വേണ്ടി LED മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന നോർമൽ LED അല്ല, ഇത് മൈക്രോചിപ്പ് ഹൈ പവർ LED ആണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിലുള്ള ക്രീ USA നോർമലി അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രി ഓഫ് ഒറിജിൻ എവിടെയാണെന്ന് നോർമലി ക്ലെയിം ചെയ്യാറില്ല. ബാക്കി ബ്രാൻഡുകൾ പറയുന്നത് പോലെ മെയ്ഡ് ഇൻ USA എന്ന് പറയുന്നത് തെറ്റാണ്. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യലി ഡിസൈൻഡ് പവർ ഡ്രൈവ് ബോർഡ് നോർമൽ സർക്യൂട്ട് ബോർഡ്സ് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളെക്കാൾ 3 times ലൈറ്റ് ഇൻറ്റൻസിറ്റി തരുന്നുണ്ട്. GPASന്റെ R&D ഡിവിഷനിൽ നിന്ന് 10,000 times ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി എൻഷുർ ചെയ്ത സ്വിച്ചുകളാണ് നമ്മൾ ഓരോ ഫ്ലാഷ് ലൈറ്റിലും യൂസ് ചെയ്യുന്നത്. സാധാരണ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന നോർമൽ സ്വിച്ചുകൾക്ക് പകരം GPASൽ യൂസ് ചെയ്യുന്നത് സിൽവർ കോട്ടഡ് സ്വിച്ചുകളാണ്. GPAS മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ നിർമ്മിക്കുന്ന GPAS നിക്കൽ കാഡ്മിയം ബാറ്ററികൾ എല്ലാ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും കംപ്ലൈ ചെയ്യുന്നതും 1000-ലധികം തവണ ചാർജ് ചെയ്തും ഡിസ്ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് ബാറ്ററി നമുക്ക് 10 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന GPAS നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഓവർ ചാർജ് പ്രൊട്ടക്ഷനും ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷനും റെസിസ്റ്റ് ചെയ്യുന്നതാണ്. GPAS ഫ്ലാഷ് ലൈറ്റിലെ ബാറ്ററികളിൽ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ചാർജിങ് ലെവൽ കൂടി റേറ്റ് കൂടിയിട്ട് ബൾജ് ചെയ്ത് കത്താനുള്ള ചാൻസ് ഇല്ല. ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന GPAS നിക്കൽ കാഡ്മിയം ബാറ്ററികൾക്ക് ബാറ്ററി ഡ്രെയിൻ ഔട്ടായി ഡെഡ് ആവാനുള്ള ചാൻസും തീരെയില്ല. മറ്റുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററികൾക്ക് ഹൈ ഡിസ്ചാർജ് റേറ്റ് ആണുള്ളത്. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന നിക്കൽ കാഡ്മിയം GPAS ബാറ്ററികൾക്ക് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് റേറ്റ് ആണ്. ഇതുകൊണ്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ ലിമിറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. GPAS ഫ്ലാഷ് ലൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന AC/DC അഡാപ്റ്റർ യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആണ്. ഇത് വേൾഡിലെ ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അവിടുത്തെ പ്ലഗ് ആയിട്ട് അഡാപ്റ്റബിൾ ആണ്. ഇത് 2 pin ആയിട്ടും 3 pin ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ് യൂണിവേഴ്സലി കോമ്പാറ്റബിൾ എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് 50 to 60 Hz, 100 to 240 volt. ലോകത്തിലെ ഏത് രാജ്യത്ത് നിന്ന് ചെന്ന് കഴിഞ്ഞാലും ഈ സ്പെസിഫിക്കേഷനിലെ ഇലക്ട്രിക്കൽ സപ്ലൈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. GPAS ഫ്ലാഷ് ലൈറ്റിൽ യൂസ് ചെയ്യുന്നത് SMPS പവർ സപ്ലൈ ആണ്, SMPS അഡാപ്റ്റർ ആണ്. ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഏത് വോൾട്ടേജ് ഫ്ലക്ച്വേഷനെയും റെസിസ്റ്റ് ചെയ്യാൻ കാപ്പബിൾ ആണ്. GPAS അഡാപ്റ്റേഴ്സിലെ ചാർജിങ് ഇൻഡിക്കേറ്റർ ചാർജിങ് മോഡിൽ റെഡ് ലൈറ്റും ഫുൾ ചാർജ് മോഡിൽ ഗ്രീൻ ലൈറ്റും കാണിക്കും. ഈ പ്രത്യേകതകളാണ് GPAS ഫ്ലാഷ് ലൈറ്റിനെ മറ്റു ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. താങ്ക് യു. Now that's what I call power play. GPAS Power Beam Flashlights from the world's #1 flashlight brand. GPAS, for you, for life.